നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന, ഇന്ത്യ വർഷങ്ങളായി പിടിച്ച അകത്തിടാൻ നോക്കുന്ന ഒരു അന്താരാഷ്ട്ര ഭീകരനാണ് ദാവൂദ് ഇബ്രാഹിം. ഈ ദാവൂദ് ഇബ്രാഹിം ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങൾക്കും അതുപോലെ തന്നെ ബോംബ് സ്ഫോടനങ്ങൾക്കും കലാപങ്ങൾക്കും ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രമാണ്. ദാവൂദ് ഇബ്രാഹിം മുംബൈയിൽ അധോലോക നായകനായി വിലസുകയും പിന്നീട് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ കൈകളിൽപ്പെടുകയും അവരുടെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരനായി മാറുകയും ചെയ്ത വ്യക്തിയാണ്. ഇന്ത്യ നടപടി കടുപ്പിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്ന് മുങ്ങുകയും ഇപ്പോൾ പാകിസ്ഥാൻ്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ വർഷങ്ങളായി പാകിസ്ഥാൻ്റെ സുരക്ഷയിൽ കഴിയുന്ന അന്താരാഷ്ട്ര ഭീകരനാണ് ദാവൂദ് ഇബ്രാഹിം. ദാവൂദ് ഇബ്രാഹിമിനെ പിടികൂടാനായി ഇന്ത്യ ഇതിനു മുന്നും നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ദാവൂദ് ഇബ്രാഹിമിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ സിനിമയിലുമെല്ലാം വലിയ സ്വാധീനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പലതവണ ദാവൂദ് ഇബ്രാഹിമിൻ്റെ അടുത്തുവരെ എത്തിയെങ്കിലും അയാളെ എന്തെങ്കിലും ചെയ്യാനുള്ള അനുമതി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് മുമ്പ് കിട്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ദാവൂദിനെ വേട്ടയാടാൻ ഇന്ത്യ പലതവണയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ തടസ്സം നിൽക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ്റെ ചാരസംഘടനയുമായ ISIയുമായി ചേർന്നാണ് ഇത്തരത്തിൽ ദാവൂദ് ഇബ്രാഹിമിന് സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഏജൻസികളിൽ നിന്നും എല്ലാവിധ സുരക്ഷയും അവർക്ക് നൽകുന്നത്, ദാവൂദ് ഇബ്രാഹിമിനും കൂട്ടാളികൾക്കും നൽകുന്നത് പാകിസ്ഥാൻ്റെ ഈ വലിയ നെറ്റ്വർക്കാണ്. ദാവൂദ് ഇബ്രാഹിം ഇപ്പോഴും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ D കമ്പനിയുടെ സ്വാധീനം ഇപ്പോഴും രഹസ്യമായി ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. മയക്കുമരുന്ന് വ്യാപാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് D കമ്പനി ഇന്ത്യയിൽ നടത്തുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, നിരവധി രാജ്യങ്ങളിൽ ഇവരുടെ കച്ചവട സംരംഭങ്ങളുണ്ട്. ഇതെല്ലാം അതാത് രാജ്യങ്ങളിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ D കമ്പനിയെ വീണ്ടും ഇന്ത്യയിൽ ആക്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സമാനമായ രീതിയിൽ D കമ്പനിക്ക് സമാനമായ ചില സംവിധാനങ്ങൾ, ചില നെറ്റ്വർക്കുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കി ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്താൻ ഇപ്പോഴും പാക് ISI ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ചില ഗ്യാങ്സ്റ്റേഴ്സുമായി, ഇന്ത്യയിലെ ചില മാഫിയ സംഘങ്ങളെ, ഗുണ്ടാ തലവന്മാരെയൊക്കെ സ്വാധീനിച്ച് ദാവൂദ് മോഡലിൽ ഒരു ആക്രമണം നടത്താൻ, അസ്ഥിരത സമൂഹത്തിൽ ഉണ്ടാക്കാൻ എപ്പോഴും പാകിസ്ഥാൻ ISI ശ്രമിച്ചു വരാറുണ്ട്. ഇതിനെതിരെ ചുട്ട മറുപടി ഇപ്പോൾ ഇന്ത്യൻ ഏജൻസികൾ നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. ഇങ്ങനെയുള്ള ദാവൂദ് ഇബ്രാഹിമിന് ഇപ്പോൾ കനത്ത സുരക്ഷയൊരുക്കുകയാണ് പാകിസ്ഥാൻ. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷയ്ക്ക് പുറമെ ഇന്ത്യൻ ഏജൻസികൾ ഏത് നിമിഷവും ദാവൂദിനെ തേടിയെത്താമെന്ന ഭയം കൊണ്ട് ദാവൂദിൻ്റെ ഒളിത്താവളങ്ങൾ അടിക്കടി പാകിസ്ഥാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പാകിസ്ഥാൻ സൈന്യം ദാവൂദിനെയും കൊണ്ട് ഒളിത്താവളങ്ങളിൽ നിന്നും ഒളിത്താവളങ്ങളിലേക്ക് മാറി താമസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഭയം ഇന്ത്യയെ മാത്രമാണ്. ഏറ്റവും പ്രധാനമായും ദാവൂദ് ഇബ്രാഹിമിൻ്റെ സുരക്ഷ ഈ ഘട്ടത്തിൽ വർദ്ധിപ്പിക്കാൻ ചില കാരണങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടാളിയെ തുർക്കിയിൽ നിന്നും ഇന്ത്യ പൊക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നത്. നമുക്കറിയാം, തുർക്കിയും ഇന്ത്യയും വലിയ സൗഹൃദ രാജ്യങ്ങളൊന്നുമല്ല. പാകിസ്ഥാനും ഇന്ത്യയും പോലെ തന്നെ ഏതാണ്ട് ശത്രു രാജ്യങ്ങളാണ് തുർക്കിയും ഇന്ത്യയും. കാരണം നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് പാകിസ്ഥാനെ സഹായിക്കുകയും ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ പാകിസ്ഥാന് ആയുധം കൊടുക്കുകയും ചെയ്ത രാജ്യമാണ് തുർക്കി. നേരത്തെ തുർക്കിയിൽ വലിയൊരു ഭൂകമ്പമൊക്കെ ഉണ്ടായപ്പോൾ തുർക്കിയെ ഇന്ത്യ വല്ലാതെ സഹായിച്ചിരുന്നു. പക്ഷെ അതൊന്നും തുർക്കി ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ കണക്കിലെടുത്തില്ല. പണ്ട് മുതലേ തുർക്കിക്ക് പാകിസ്ഥാൻ അനുകൂല നിലപാടുണ്ട്. ജമ്മു കാശ്മീർ വിഷയത്തിലൊക്കെ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി. അതുകൊണ്ട് തന്നെ തുർക്കിയുമായി അത്ര നല്ല ബന്ധമല്ല ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. എന്നിട്ട് പോലും പാകിസ്ഥാൻ സംരക്ഷിച്ചു പിടിക്കുന്ന ഒരു ഗുണ്ട ഗ്യാങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീകരനെ തുർക്കിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ഇന്ത്യൻ ഏജൻസികൾക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് ഇന്ത്യയുടെ മഹാവിജയമാണ് എന്ന് നേരത്തെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി ദാവൂദ് ഇബ്രാഹിമിന്റെ മയക്കുമരുന്ന് വ്യാപാരത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന സലീം ദോലയെയാണ് ഇന്ത്യ അറസ്റ്റ് ചെയ്തത്. സലീം ദോലയുടെ അറസ്റ്റ് ദാവൂദ് ഇബ്രാഹിമിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട്. കാരണം ദാവൂദ് ഇബ്രാഹിമിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദാവൂദ് ഇബ്രാഹിമിന്റെ ഒളിത്താവളങ്ങളെക്കുറിച്ചുമെല്ലാം കൃത്യമായ വിവരങ്ങൾ സലീം ദോലയ്ക്കുണ്ട്. സലീം ദോലയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ
ഇന്ത്യക്ക് അത്തരം നിർണായകമായ വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ സുരക്ഷ ഇപ്പോൾ പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ സലിം ദോലയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ദേശവ്യാപകമായി തന്നെ പരിശോധനകൾ NIA-യും അതുപോലെ തന്നെ വിവിധ സംസ്ഥാന ഏജൻസികളും ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലും ഒക്കെ നടത്തുന്നുണ്ട്. അതായത് സലിം ദോലയുടെ നെറ്റ്വർക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആരാണ് സലിം ദോലയുടെ നെറ്റ്വർക്ക് ഇവിടെ ചലിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിവരങ്ങളാണ് സലിം ദോലയിൽ നിന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത്. ഈ വിവരങ്ങളെ തുടർന്നുകൊണ്ട് ദില്ലി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലും മഹാരാഷ്ട്ര ATSും സഹകരിച്ചുകൊണ്ട് കഴിഞ്ഞ 3 ദിവസമായി സംസ്ഥാനം മുഴുവൻ അരിച്ചു പറക്കുകയാണ്. മുംബൈ അടക്കമുള്ള മഹാനഗരങ്ങളിൽ ഇന്നലെ നിരവധി റെയ്ഡുകൾ നടന്നു. ഈ റെയ്ഡുകളിൽ മുഴുവൻ ഇന്ത്യ തേടിയത് ഹുഫൈസ എന്ന ഈ ഡി കമ്പനി നെറ്റ്വർക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്യാങ്സ്റ്ററെയാണ്. ഏറ്റവും ഒടുവിലായി ഹുഫൈസ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അറസ്റ്റിലായി. കഴിഞ്ഞ 3 ദിവസമായി മഹാരാഷ്ട്ര ATSും അതുപോലെ തന്നെ ദില്ലി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലും ചേർന്ന് നടത്തുന്ന തെരച്ചിലിന് ഇന്നലെ ഏതാണ്ട് വൈകുന്നേരത്തോടുകൂടി ഒരു സാഫല്യമുണ്ടായി. അത് മറ്റൊന്നുമല്ല, ഹുഫൈസ പിടിയിലായി എന്നുള്ളതാണ്. ഒളിത്താവളത്തിൽ നിന്നാണ് ഹുഫൈസ പിടിയിലായത്. ഹുഫൈസ എന്ന് പറയുന്നത് ദാവൂദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടാളിയായിട്ടുള്ള സയ്യിദ് മുദസ്സർ ഹുസൈൻ എന്ന ഒരു ഭീകരൻ്റെ വലം കൈയാണ്. ഈ സയ്യിദ് മുദസ്സർ ഹുസൈൻ ഇന്നും ഓപ്പറേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ചില പ്രധാനപ്പെട്ട ഡി കമ്പനി ഗ്യാങ്ങുകളെ ആ ഗ്യാങ്ങുകളുമായി ആശയവിനിമയം നടത്തുക എന്ന ചുമതലയാണ് ഈ പറയുന്ന മുദസ്സർ ഹുസൈനുള്ളത്. മുദസ്സർ ഹുസൈനു വേണ്ടി ഇന്ത്യയിൽ പണിയെടുക്കുന്നയാളാണ് ഈ ഹുഫൈസ. അതുകൊണ്ട് തന്നെ ഹുഫൈസയുടെ അറസ്റ്റ് പാകിസ്ഥാൻ കേന്ദ്രങ്ങളെ, പ്രത്യേകിച്ചും ദാവൂദ് ഇബ്രാഹിമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം പാകിസ്ഥാനുമായി നേരിട്ട് ബന്ധമുള്ള ഡി കമ്പനി ഓപ്പറേറ്ററാണ് ഹുഫൈസ. ഇനി ഹുഫൈസയെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇടിച്ച് പിഴിയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പരമാവധി വിവരങ്ങൾ ഹുഫൈസയിൽ നിന്ന് ചോർത്തിയെടുക്കും. ഈ വിവരങ്ങളെല്ലാം ദാവൂദ് ഇബ്രാഹിമിൻ്റെ സുരക്ഷയെ ദുർബലപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ സുരക്ഷയെ പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചിരുന്നു. ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളായ ലഷ്കർ-ഇ-തോയ്ബയുടെയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും നേതാക്കന്മാരായ ഭീകരന്മാർക്ക് പോലും നൽകാത്ത സുരക്ഷയാണ് ദാവൂദ് ഇബ്രാഹിമിന് പാകിസ്ഥാൻ നൽകി വന്നിരുന്നത്. ആ സുരക്ഷയാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കാലാകാലങ്ങളായി ഇന്ത്യയിൽ പലതരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുന്ന ദാവൂദ് ഇബ്രാഹിമിൻ്റെ നെറ്റ്വർക്കിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും കഴിയുമെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലെത്തിക്കുകയുമാണ് ഇപ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സലിം ദോല എന്ന ദാവൂദിൻ്റെ കൂട്ടാളി തുർക്കിയിൽ നിന്നും അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയാണ് ഹുഫൈസയുടെ അറസ്റ്റ്. തീർച്ചയായും ഇനി ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ പാകിസ്ഥാനിലെ ദാവൂദിൻ്റെ ഒളിത്താവളം കണ്ടെത്തുക എന്ന ഒരു ദൗത്യത്തിലായിരിക്കും. വരും ദിവസങ്ങളിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനിയെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ കേൾക്കാൻ കഴിയുമെന്ന് സുരക്ഷാ ഏജൻസികൾ ആണയിട്ട് പറയുകയുമാണ്.